സാധാരണക്കാരായ പ്രവാസികളുടെ സ്വപ്നത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞ മംഗലാപുരം വിമാനാപകടത്തിന് 15 ആണ്ട് കഴിയുമ്പോൾ അവരുടെ ഓർമ്മകളുമായി കഴിയുന്നവർക്ക് മുന്നിലേക്ക് വളരെ ഭയാനകമായ രീതിയിലാണ് അഹമ്മദാബാദ് വിമാനാപകടമെന്ന വാർത്ത വരുന്നത്. മാംഗ്ലൂർ എയർ ക്രാഷ് വിക്ടിംസ് അസോസിയേഷൻ പ്രസിഡന്റായിട്ടുള്ള നാരായണൻ സാർ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. സാറിനോട് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ആദ്യമായി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അവരുടെ ആശ്രിതർക്ക് സമാധാനം ദൈവം കൊടുക്കട്ടെ. കാരണം ഈ മംഗലാപുരം വിമാന ദുരന്തത്തിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ. 2010 മെയ് 22 മൃതദേഹങ്ങളെ കൂട്ടത്തുനിന്ന് എൻ്റെ അനുജൻ്റെ ബോഡി തിരിച്ചറിഞ്ഞ ആ ഒരു ദിവസമായിട്ടാണ് മിനിഞ്ഞാന്ന് ഞാൻ ഈ അലഹാബാദ് വിമാന ദുരന്തത്തെ കാണുന്നത്. പിന്നെ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ളത്, ഇപ്പോൾ മിനിഞ്ഞാന്ന് ടാറ്റ 1 കോടി ഉറുപ്പികയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് എന്ത് ബേസിലാണെന്ന് എൻ്റെ ചോദ്യം. ഏറ്റവും ചുരുങ്ങിയത് ഇവർ മൗണ്ടൽ കൺവെൻഷൻ നിയമപ്രകാരം ഒരു കുഞ്ഞ് മരിച്ചാലും ഒരു തൊഴിലാളി മരിച്ചാലും ആ തൊഴിലാളിയുടെ മുതലാളി മരിച്ചാലും സമത്വമായി കൊടുക്കേണ്ടതാണ് 1,52,00,000. അതിപ്പോൾ 1,28,000 സ്പെഷ്യൽ ഡ്രോയിങ് റേറ്റാണ്. ഈ മൗണ്ടൽ കൺവെൻഷൻ 999 മെയ് 28 86 രാജ്യങ്ങളിൽ ഇന്ത്യയും ഇത് അംഗീകരിച്ചതാണ്. അപ്പോൾ ഇവരിഷ്ടത്തിനാണ് ഇവർ സെറ്റിൽമെൻറ്റ് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് മംഗലാപുരത്ത് തന്നെ അന്നത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പ്രഫുൽ പട്ടേൽ ജി 75 ലക്ഷം വാഗ്ദാനം ചെയ്തതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നെഗോസിയേഷൻ, ഈ ഫസ്റ്റ് ടയർ, ഇതിന് 2 ടയർ ഉണ്ട്, ഫസ്റ്റ് ടയർ ലാബറട്ടറിക്ക് അങ്ങനത്തെ നെഗോസിയേഷൻ്റെ ആവശ്യമില്ല. മിനിമം 75 ലക്ഷം കൊടുത്തതിന് ശേഷം അർഹതപ്പെട്ടവർ സെക്കൻഡ് ടയറിന് താല്പര്യം അത് കൊടുക്കേണ്ടതാണ്. അതിനാണ് നെഗോസിയേഷൻ. അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയിലാണ്, അശാസ്ത്രീയമായ നെഗോസിയേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഗൾഫ് പാസഞ്ചേഴ്സിൻ്റെ പരിതാപകരമായ അവരുടെ പശ്ചാത്തലം, അവരുടെ വിഷമങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ഇവർ ചൂഷണം ചെയ്തു. 25 ലക്ഷം വരെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അവരുടെ സാഹചര്യം, കല്യാണം നടക്കേണ്ടതുണ്ട്, വീട് കുടിയാലും നടക്കേണ്ടതുണ്ട്, വസ്തു വാങ്ങി പകുതിയിലുണ്ട്. ഇങ്ങനെ ശരിക്കും മുതലെടുത്തതാണ്. അതിനുശേഷം ഞങ്ങൾ തന്നത് വാങ്ങിയിട്ട് കേരള ഹൈക്കോടതിയിൽ കേസിന് പോയി. 2011 ജൂലൈ 20 ഞങ്ങൾ കേസ് അനുകൂലമായൊരു വിധി സമ്പാദിച്ചു. അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ ദൗർഭാഗ്യകരമായുള്ള ഒരു ഡിവിഷൻ ബെഞ്ച് സ്റ്റേയിൽ ഒരു റീസണും ഇല്ല. അതോടുകൂടി ഞങ്ങൾ യൂണിറ്റ് കംപ്ലീറ്റ് തകർന്നു പോയി. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് വേൾഡ് ഫേമസ് ഹരീഷ് സാൽവേനെ കൊണ്ട് കേസ് പോസ്റ്റ് ചെയ്യിച്ചു. ഇപ്പോൾ കേസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 2022 42 കേസ് കേരള ഹൈക്കോടതിയിൽ റിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിട്ട് അസാധുവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി യൂണിയൻ ഓഫ് ഇന്ത്യയും എയർ ഇന്ത്യയും. പക്ഷേ അന്നേരം ഞങ്ങൾ കോഴിക്കോട് എയർ ക്യാഷിൽ നെഗോസിയേഷൻ ചെയ്ത് നല്ല സെറ്റിൽമെൻറ്റ് വാങ്ങിച്ചു കൊടുത്ത ആരിഫ് അസോസിയേറ്റായിട്ട് കൂട്ടുചേർന്നു. അങ്ങനെ ഇപ്പോൾ ആരിഫ് അസോസിയേറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് ഫോളോ അപ്പ് ചെയ്യുന്നത്. 15 വർഷം പിന്നിടുന്ന സമയത്തും ഈ മംഗലാപുരം വിമാനാപകടത്തിലെ ഇരകൾക്ക് പൂർണ്ണമായും നീതി കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് വീട്ടിൽ കൊണ്ടുകൊടുക്കേണ്ടതാണ് ഈ ഫസ്റ്റ് ടയർ ലാബറട്ടറി. അതുപോലെ തന്നെ പരിക്ക് പറ്റിയവർക്ക് പോലും അത്രയും എന്താ പറയുക, ഈ മിനിമം പൈസ കൊടുക്കേണ്ടതാണ്. ഇതിൽ മൗണ്ടൽ കൺവെൻഷൻ എന്നൊരു തീരുമാനം അത് പാർലമെൻറ്റിൽ പലവട്ടം അവതരിപ്പിച്ചതാണ്. എന്നിട്ടും കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ജയിച്ചു. ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ആയി. ഇപ്പോൾ നമ്മൾ 14ാമത്തെ കൊല്ലാണ് സുപ്രീം കോടതിയിൽ. അപ്പോൾ നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നു. പരമോന്നത കോടതി നമുക്കൊരു അനുകൂല വിധി തരുന്നുള്ള പ്രതീക്ഷയിലാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ അതിന് സപ്പോർട്ട് ചെയ്യണം. കാരണം തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇത്ര വലിയൊരു തെറ്റാണ് ഇവിടെ ഉണ്ടായത്. പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണ്. പൈലറ്റിൻ്റെ മിസ്റ്റേക്ക്. സഹ പൈലറ്റ് വാണിംഗ് ചെയ്യുന്നു, നമ്മൾ റൺവേ അതിക്രമിച്ചു. 7200 അടി റൺവേയിൽ 5200 അപ്പുറത്താണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അങ്ങനെയാണ് ഈ അപകടം വെച്ചു വരുത്തിയത്. ഇപ്പോൾ 158 ആൾ മരണപ്പെട്ടു എന്ന് പറയാൻ ആശ്രിതനായ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ അനുജൻ്റെ രക്ഷിതാവ് ഞാനാണ്. അപ്പോൾ ഇവർ വെച്ചു വരുത്തിയ അപകടമാണ്. എന്നിട്ടും ഈ പാവങ്ങളായ പ്രവാസികൾ ഇപ്പോൾ 999 ഇത് ഒപ്പിടുന്ന സമയത്ത് 999 മെയ് 28 മൗണ്ടൽ കൺവെൻഷനിൽ സുപ്രധാന തീരുമാനമായത്. ആ തീരുമാനത്തിൽ 86 രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ ഉണ്ടായിരുന്നു. അന്നേരം ഇന്ത്യക്ക് 25 രാജ്യമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, നേരിട്ട് ഷെഡ്യൂൾ ബന്ധമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗൾഫാണ്.
ഗൾഫിൽ നിന്ന് വരുന്ന പാസഞ്ചറാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് പോലും ഇവർ ആ ഒരു ദയ പോലും കണ്ടില്ല. ഇപ്പോൾ ഈ കേസിൻ്റെ കക്ഷിയായ സലാം ഖാൻ്റെ വീട് 2024 ജപ്തിയായിരുന്നു. അന്ന് 2 ലക്ഷം ഓവർ ഡ്യൂസ് കൊടുത്ത് ജപ്തി നിന്ന് ഒഴിവാക്കി. ഇവർ 2025 മാർച്ച് 20 വീണ്ടും ജപ്തിയായിട്ട് വന്നു. ആ പൈസ 5,60,60,000 രൂപ കെട്ടി ജപ്തി ഒഴിവാക്കി. അപ്പോൾ നോക്കൂ, അയാളുടെ മകൻ കഷ്ടപ്പെടുന്നിടത്തു നിന്ന് നാട്ടിലേക്ക് കുടുംബത്തിനെ കാണാൻ വന്നത്. ആ സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ അനുജൻ ചോടം ഗംഗാരൻ നായർ അവിടെ ഹെവി ട്രക്ക് മെക്കാനിക്കാണ്, വോൾവോ. അവന് ചുരുങ്ങിയ 10,000 ദിർഹം ശമ്പളമുണ്ട്. ശരിക്കും മൗണ്ടർ കൺവെൻഷൻ വ്യവസ്ഥ പ്രകാരം ഫസ്റ്റ് ടയർ ലയബിലിറ്റി 75 ലക്ഷവും സെക്കൻഡ് ടയർ അവന് ചുരുങ്ങിയത് 10 CR കിട്ടേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യം, ഇവർ നമ്മളെ എല്ലാവരെയും ചതിച്ച്, ശരിക്കും പറഞ്ഞാൽ ഉടായ്പെന്ന് പറയാം, ഇപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ വാർത്തയിൽ വരാനുള്ള കാരണം, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഇവരിപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ട് 1,52 ലക്ഷമാണ് ഇവർ ഫസ്റ്റ് ടയർ കൊടുക്കേണ്ടത്. പിന്നെ ഇവർ തട്ടിപ്പാക്കുന്നത്, ആ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 3ാമത്തെ പ്രാവശ്യമാണ് എയർ ഇന്ത്യയിലെ ആക്സിഡൻറ്റ് നടക്കുന്നത് നമ്മുടെ കൺമുന്നിൽ. അപ്പോൾ ഇനിയും ഇത് തുടർന്നുകൊണ്ടുണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വീണ്ടും മരണത്തിലേക്ക് പോകുന്ന ആശങ്കയും കൂടിയുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ കാട്ടിക്കൂട്ടുന്നത് വളരെ ഉടായ്പാണ്. അതിന് യൂണിയൻ ഓഫ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യാതെ ഈ പാവപ്പെട്ട ആശ്രിതർക്ക് അവരെ നഷ്ടപരിഹാരം ഏറ്റവും ചുരുങ്ങിയ നോ ഫാൾട്ട് ലയബിലിറ്റി അത് കൊടുത്ത് തീർക്കാൻ അവർ സുപ്രീം കോർട്ടുമായിട്ട് സഹകരിക്കണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. നമ്മുടെ വിഷമം മനസ്സിലാക്കി നമുക്ക് ഒരവസരം തന്ന കേസിൻ ചാനലിനും അതുപോലെ തന്നെ റിപ്പോർട്ടർ മനീഷക്കും ക്യാമറാമാൻ ഗണേഷിനും നന്ദി കടപ്പാട് അറിയിക്കുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് തന്നെ നീതി ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്.